ഹായ് ഫ്രണ്ട്സ്, ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മളേറെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ബിസിനസ്സിലെ സങ്ക് കോസ്റ്റ് എന്നത്. എന്താണ് സങ്ക് കോസ്റ്റ് എന്ന് ചോദിച്ചാൽ, ബിസിനസ്സിന് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയും പിന്നീട് തിരിച്ചെടുക്കാൻ സാധിക്കാതിരിക്കുന്ന കോസ്റ്റിനെയാണ് സങ്ക് കോസ്റ്റ് എന്ന് പറയുന്നത്. ബിസിനസ്സിൽ എപ്പോഴും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവും. ചിലർക്ക് അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും, ചിലർക്ക് അതിൻ്റെ നിരാശയിൽ മുങ്ങി ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ തന്നെ ചിലപ്പോൾ പിന്നിലോട്ടടിക്കാം. അതിന് പ്രധാനപ്പെട്ട എക്സാമ്പിൾ എന്ന് പറയുന്നത് 2014 ആമസോൺ കമ്പനി ഫയർ ഫോൺ എന്ന രീതിയിൽ ഒരു പുതിയ പ്ലാനുമായി മുന്നിട്ടിറങ്ങി. സാംസങ്ങിനെയും ഐഫോണിനെയും കടത്തിവെട്ടുക എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു 3D ഫീച്ചർ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഫയർ ഫോണിന് വേണ്ടി അവർ ഒരുപാട് എമൗണ്ട് അതിൻ്റെ ബിൽഡിങ്ങിൻ കൺസ്ട്രക്ഷനും മറ്റുള്ള കാര്യങ്ങൾക്കും മാർക്കറ്റിങ്ങിനും സർവേക്കും വേണ്ടി ഒരുപാട് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയുണ്ടായി. എന്നാൽ അവർ ഉദ്ദേശിച്ച രീതിയിൽ അത് അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. എന്നാൽ നൂറുകണക്കിന് കോടി ഡോളറുകളാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടി ആമസോൺ കമ്പനി ചെലവഴിച്ചത്. എന്നാൽ അവർക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വന്നപ്പോൾ അവർ ചെയ്ത പ്രധാനപ്പെട്ട കാര്യം, അവർ അതിലേക്ക് നോക്കാതെ മറ്റുള്ള പദ്ധതികളുമായിട്ട്, ആമസോണിൻ്റെ അലക്സ മറ്റുള്ള കാര്യങ്ങളുമായിട്ട്, ആമസോൺ വെബ് സീരീസുമായിട്ട്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. സങ്ക് കോസ്റ്റ് എല്ലാ ബിസിനസ്സിലും സംഭവിക്കുമെങ്കിലും അതിനെ എങ്ങനെ തരണം ചെയ്യണമെന്നും അത്തരത്തിലുള്ള പ്രശ്നങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും അറിയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇത്തരത്തിലുള്ള പല പ്രതിസന്ധികളും ഉണ്ടെങ്കിൽ അതിനെ തരണം ചെയ്യണം. അത് ഓവർകം ചെയ്തുകൊണ്ട് മറ്റുള്ള മേഖലകളിൽ നിന്നും നമുക്ക് പണം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും, ബിസിനസ്സിനെ വിജയിപ്പിക്കാൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.